ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ജപമാലയുടെ രാജ്ഞി എന്ന പേര് ഉണ്ടായതിൻ്റെ പിന്നിൽ വലിയ ഒരു ചരിത്ര സംഭവമുണ്ട്. പരിശുദ്ധ അമ്മ രണ്ട് യുദ്ധങ്ങളെപ്പറ്റി നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ യുദ്ധത്തിൻ്റെ രാജ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അഭിഷേകമുള്ള നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് രാജ്ഞി. രാജ്ഞിയും ഒരു യുദ്ധവീരയായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് രണ്ട് യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെപ്പറ്റി പറയാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോ ജപമാലയിൽ ഓരോ രഹസ്യങ്ങൾ കഴിയുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശരിക്കും ഇത് വലിയൊരു യുദ്ധത്തിൻ്റെ സഹായിയായ, യുദ്ധത്തിൽ നമ്മെ വിജയിപ്പിക്കുന്ന ഒരു അമ്മയുടെ അടുത്തുള്ള മക്കളുടെ പ്രാർത്ഥനയാണത്. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള മനോഹരമായ പ്രാർത്ഥന. അപ്പോൾ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്നുള്ള പ്രാർത്ഥന ഒരു യുദ്ധത്തിൻ്റെ കോണ്ടക്സ്റ്റിലല്ലാതെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് വരാനുള്ള രണ്ട് കാരണങ്ങൾ, രണ്ട് യുദ്ധങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ യുദ്ധം 16-ാം നൂറ്റാണ്ടിലായ ഉണ്ടായിട്ടുള്ള യുദ്ധമാണ്. ലെപ്പാൻഡോ യുദ്ധം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിലാണ് പരിശുദ്ധ ജപമാല രാജ്ഞി എന്നുള്ള പേര് തന്നെ ഉണ്ടാകുന്നത് ആ യുദ്ധത്തിന് ശേഷമാണ്. ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോമൻ എംപയർ ഓട്ടോമൻ സാമ്രാജ്യം യൂറോപ്പ് മുഴുവൻ പിടിച്ചടക്കാനായിട്ടുള്ള വലിയൊരു ശ്രമം നടന്നു. ഒരു നൂറ്റാണ്ട് മുഴുവൻ 1430 തുടങ്ങി 1570 വരെയുള്ള സമയങ്ങളിൽ ഒരു യുദ്ധം പോലും തോൽക്കാതിരുന്ന ഒരു സാമ്രാജ്യ ശക്തിയായിരുന്നു ഓട്ടോമൻ തുർക്കി സാമ്രാജ്യം. അവരുടെ വലിയൊരു ഉദ്ദേശം യൂറോപ്പിനെ മുഴുവൻ കീഴടക്കുക, ക്രിസ്തീയത ഇല്ലാതാക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നു. ഈ യുദ്ധത്തിൻ്റെ കോണ്ടക്സ്റ്റിലാണ് ഈ ജപമാലയുടെ ശക്തി ലോകം മുഴുവൻ വ്യാപിക്കാനുമായിട്ടുള്ള കാരണം ഉണ്ടായത്. ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഒരു യുദ്ധത്തിൻ്റെ രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ. ലെപ്പാൻഡോ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1453 യൂറോപ്പ് ഡിവൈഡഡ് ആകുന്നതിൻ്റെ കാരണം ഈ ഓട്ടോമൻ എംപയർ സാമ്രാജ്യം പല രാജ്യങ്ങളും കീഴടക്കിയതാണ്. 1570 അതുവരെ ഒരൊറ്റ യുദ്ധം അവർ തോൽക്കുന്നില്ല. 1570 മാൾട്ട എന്ന് പറയുന്ന രാജ്യം അവർ കീഴടക്കി. ഇനി അടുത്ത ലക്ഷ്യം റോം കീഴടക്കുക, അതായത് ക്രിസ്തീയരുടെ സെൻറ്ററായിരുന്ന റോം കീഴടക്കുക, അതായിരുന്നു അവരുടെ വലിയൊരു ലക്ഷ്യം. 1570 മാൾട്ട കീഴടക്കിയതിന് ശേഷം ഇത് ഉന്നം വെച്ചിട്ടാണ് അവർ നീങ്ങിയത്. ഗ്രീസിൻ്റെ പല ഭാഗങ്ങളൊക്കെ കീഴടക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പരിശുദ്ധ പിതാവ് വിശുദ്ധ പിയൂസ് 5 മാർപ്പാപ്പ ഇത് മുന്നിൽ കണ്ടിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ദർശനം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്ത് കീഴടക്കാൻ വരുന്ന ഈ സൈനിക നിരയെ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി കീഴടക്കപ്പെടുന്നത് ഈ പരിശുദ്ധ പിതാവ് പിയൂസ് 5 മാർപ്പാപ്പ ദർശനത്തിൽ കാണുകയാണ്. വലിയൊരു യുദ്ധവും അതിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി സഭ വിജയിക്കുന്നതായിട്ട് ഈ പിതാവ് ദർശനത്തിൽ കണ്ടു. ഉടനെ തന്നെ അദ്ദേഹം എല്ലാ ജനങ്ങളോടും ആവശ്യപ്പെട്ടു, ക്രിസ്തീയ ജനങ്ങളോട് ആവശ്യപ്പെട്ടു, മക്കളെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ആ ഒരു കോണ്ടെക്സ്റ്റും കൂടിയുണ്ട്. പ്രൊട്ടസ്റ്റന്റ് റെവല്യൂഷനൊക്കെ നടക്കുന്ന സമയമാണ്. അതിനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണത്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പല സ്ഥലങ്ങളിലും കുറഞ്ഞുകൊണ്ടിരുന്ന സമയമാണത്. ആ സമയത്ത് പരിശുദ്ധ പിതാവ് ഇങ്ങനെ പറഞ്ഞു, മക്കളെ നിങ്ങളെല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. കാരണം യൂറോപ്പ് മുഴുവൻ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലേക്ക് അധപതിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ജനങ്ങൾ മുഴുവൻ ജപമാല ചൊല്ലി അങ്ങ് പ്രാർത്ഥിച്ചു. അമ്മ വിജയം തരും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇതുവരെ തോൽക്കാത്ത ഒരു ജനത. ലെപ്പാൻഡോ യുദ്ധത്തിൽ കടൽ യുദ്ധമാണ് നടക്കുന്നത്.
400-ൽ പരം കപ്പലുകൾ കടലിൽ ഇറങ്ങിയിട്ടുള്ള യുദ്ധമാണ്. ക്രിസ്തീയ നേതൃത്വ നിരക്ക്, സ്പെയിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്തീയ നിരക്ക് വളരെ വളരെ ചുരുക്കം കപ്പലുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനേക്കാൾ ഇരട്ടി കപ്പലുകൾ ഓട്ടോമൻ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. ആ കപ്പലിലിരുന്ന് 200-ൽ താഴെ നമ്പറുള്ള കപ്പൽ ക്രിസ്തീയ സൈനിക നിരക്കും അതിൻ്റെ ഇരട്ടി കപ്പൽ ഓട്ടോമൻ സാമ്രാജ്യത്തിനുണ്ടായിരുന്ന സമയത്ത് ഈ ജനം മുഴുവൻ ഇരുന്ന് കപ്പലിലിരുന്ന് പടയാളികളിരുന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ശക്തമായ എല്ലാ പടയാളികളും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ടാണ് അവർ യുദ്ധത്തിന് പോകുന്നത്. യുദ്ധത്തിന് പോകുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ ദർശനപ്രകാരമായിരിക്കണം. ഒരു കുരിശാകൃതിയിലാണ് അവർ യുദ്ധത്തിന് പോകുന്നത്. കുരിശാകൃതിയിലാണ് കപ്പലുകൾ നിന്നിട്ട് യുദ്ധത്തിനായിട്ട് പോയത് എന്നാണ് പറയപ്പെടുന്നത്. ജപമാലകൾ ആ കപ്പലിൽ നിന്ന് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നു. ഏറ്റവും മുമ്പിലുള്ള കപ്പലിൽ പിയൂസ് അഞ്ചാമൻ വിശുദ്ധ പാപ്പ വെഞ്ചരിച്ച ഒരു ബാനർ, പരിശുദ്ധ അമ്മയുടെ ഒരു ബാനർ ഏറ്റവും മുമ്പിലെ കപ്പലിൽ ഉയർത്തിക്കെട്ടിയിരുന്നു. പരിശുദ്ധ അമ്മയാണ് ഈ യുദ്ധം നയിക്കുന്നത് എന്നുള്ള വലിയൊരു ബോധ്യം പടയാളികൾക്ക് മുഴുവൻ ലഭിക്കത്തക്ക വിധത്തിൽ ഏറ്റവും മുമ്പിലെ കപ്പലിൽ പരിശുദ്ധ അമ്മയുടെ ആ ബാനർ അങ്ങ് ഉയർത്തിയിട്ട് അവർ യുദ്ധത്തിന് പോയി എന്നാണ് പറയുന്നത്. ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ കടൽ യുദ്ധമായിരുന്നു അത്. അതിനുശേഷം ഇത്രയും കപ്പലുകൾ ഒരുമിച്ച് അണിനിരന്നിട്ടുള്ള ഒരു കടൽ യുദ്ധം ഉണ്ടായിട്ടില്ല. അത്രയും വലിയ ഒരു യുദ്ധമായിരുന്നു അത്. അതിൽ ക്രിസ്തീയ നേതൃത്വ നിരക്കുണ്ടായിരുന്നത് വളരെ ചുരുക്കം കപ്പലുകളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പ്രതീക്ഷയില്ലാത്ത ജനത്തിൻ്റെ മുമ്പിൽ ജപമാല ഉയർത്തി പ്രാർത്ഥിക്കാൻ പാപ്പ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പറയപ്പെടുന്നു, ആ ബാനർ, പരിശുദ്ധ പിതാവ് വെഞ്ചരിച്ച ബാനർ ഗ്വാദലുപ്പെ മാതാവിൻ്റെ ഒരു ചിത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ. നമ്മൾ വിചാരിക്കുന്നത് ഗ്വാദലുപ്പെ മാതാവിൻ്റെ ചിത്രം സ്പെയിനിൽ നിന്ന്, മെക്സിക്കോയിൽ നിന്ന് സ്പെയിനിലേക്കും സ്പെയിനിലെ രാജാവ് പരിശുദ്ധ പിതാവ് പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയ്ക്കും കൊണ്ടുകൊടുത്തു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം അത് വെഞ്ചരിച്ച് മാതാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കൂർ സമയത്തിനുള്ളിൽ 5 മണിക്കൂറിൽ ഓട്ടോമൻ സൈന്യം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ തോൽവി ആദ്യമായിട്ട് രുചിച്ചറിഞ്ഞു. ഇത്രയും വലിയ പടക്കപ്പലുകൾ ഉണ്ടായിട്ടും തങ്ങളുടെ എതിരാളികളുടെ ഇരട്ടി കപ്പലുകൾ ഉണ്ടായിട്ടും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അവർ 5 മണിക്കൂർ കൊണ്ട് തോറ്റോടി എന്നാണ് പറയപ്പെടുന്നത്. അന്ന് 12,000 ക്രിസ്ത്യാനികളെ തടങ്കലിൽ വെച്ചിരുന്നു അവരുടെ പടയാളികൾ. ആ 12,000 പടയാളികളെ മോചിപ്പിച്ച് സന്തോഷത്തോടുകൂടി യൂറോപ്യൻ ജനത തിരിച്ചു വന്നു പാപ്പയുടെ അടുത്തേക്ക് നന്ദി പറയാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അന്ന് മാർപ്പാപ്പ ഒക്ടോബർ 7-ാം തീയതി 1571 ഈ യുദ്ധം നടക്കുന്നത്, ലെപ്പാൻഡോ യുദ്ധം. 1571 ഒക്ടോബർ 7-ാം തീയതി പരിശുദ്ധ പിതാവ് പിയൂസ് പാപ്പ ഈ വിജയം കണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു, അവർ ലേഡി ഓഫ് വിക്ടറി, വിജയ മാതാവ്. അങ്ങനെയാണ് വിജയമാതാവിൻ്റെ തിരുനാളായി ഒക്ടോബർ 7 ആചരിക്കാൻ തുടങ്ങിയത്. ജനം മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് അവർക്ക് വിജയം കൊടുത്തു. നമ്മൾ പലപ്പോഴും യുദ്ധം ചെയ്യുന്നത് കർത്താവാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ശരിക്കും ആ ഒരു അനുഭവത്തിലൂടെ ആ ജനത മുഴുവൻ കടന്നുപോയപ്പോൾ ജപമാല ഭക്തി അങ്ങ് ശക്തമായി പ്രചരിക്കാൻ തുടങ്ങി. പിന്നീടാണ് ജപമാലയുടെ രാജ്ഞി എന്നുള്ള പേര് അവർ ലേഡി ഓഫ് വിക്ടറിക്ക് പകരം അവർ ലേഡി ഓഫ് റോസറി എന്നായി പിന്നീടാണ് നാമകരണം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇതാണ് ഒക്ടോബർ 7-ാം തീയതിയുടെ പ്രത്യേകത. ഒന്നാമത്തെ യുദ്ധം. പരിശുദ്ധ അമ്മ യുദ്ധവീരയാണ്. ഇത് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലത് സൂക്ഷിക്കണം. അമ്മ യുദ്ധവീര, ഒരു പാവം അമ്മയല്ല, ഒരു ശക്തിയില്ലാത്തൊരു അമ്മയല്ല പരിശുദ്ധ അമ്മ. ഒന്നിനും കഴിവില്ലാത്ത, എപ്പോഴും പാവമായിട്ട് നടക്കുന്ന ഒരു അമ്മയെ പറ്റിയാണ് പരിശുദ്ധ അമ്മ. അങ്ങനെയുള്ള അമ്മയാണെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത് മാറണം. വലിയ യുദ്ധങ്ങൾ വരെ കർത്താവിൻ്റെ ആഗ്രഹം, ഇഷ്ടം നിറവേറ്റി കൊടുക്കുന്ന യുദ്ധവീരയായ ഒരു അമ്മയാണ് പരിശുദ്ധ കന്യകാമാതാവ്. അന്ന് മുതൽ സഭ മുഴുവൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു യുദ്ധം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ ഇടവകകളിലുണ്ട്, നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. നമുക്ക് പലതും നമുക്ക് അറിയാം, ചില നമുക്ക് അറിഞ്ഞുകൂടാ. കർത്താവിന് വേണ്ടി നിൽക്കുന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളൊരു കൊച്ചു കാര്യം, ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം
നമ്മൾ ആരും യുദ്ധത്തിൽ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കണം. ഈ ജപമാല രാജ്ഞിയെ വിളിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. വിശുദ്ധ പാദ്രെ പിയോ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഇവർ രണ്ടുപേരും ജപമാലയെ വിശേഷിപ്പിക്കുന്നത് സ്പിരിച്വൽ വെപ്പൺ എന്നാണ്, ആത്മീയ ആയുധം എന്നാണ് ജപമാലയെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? യുദ്ധം ചെയ്യുന്നവരുടെ കയ്യിലാണ് ആയുധം ഉണ്ടാകുക. ശത്രുക്കൾക്കെതിരെ എന്തെങ്കിലും പോരാടുന്ന ആളുകളുടെ കയ്യിലാണ് യുദ്ധം ചെയ്യുന്ന ആളുകളുടെ കയ്യിലാണ് ആയുധം ഉണ്ടാകുക. നമ്മൾ സാധാരണ ഒരു യുദ്ധം ചെയ്യാത്ത ഒരാളുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടാവില്ല. പണിയായുധത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, മറ്റ് ആയുധങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ആ കള്ളന്മാരെ നേരിടുന്ന ആളുകളുടെ കയ്യിലാണ് ഈ ആയുധങ്ങൾ ഉണ്ടാകുക. ഈ പരിശുദ്ധ അമ്മ യുദ്ധവീരയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകേണ്ട വെപ്പണാണ് പരിശുദ്ധ അമ്മ ജപമാല എന്നുള്ളത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇതൊരു ആത്മീയ യുദ്ധത്തിൻ്റെ കാര്യമാണ്. അങ്ങനെയാണ് ജപമാല ഉണ്ടായത് തന്നെ ഈ ആത്മീയ യുദ്ധത്തിൻ്റെ പരിണിതഫലമായിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നാണ് യുദ്ധം? ആദ്യത്തെ യുദ്ധം 1571 നടന്നതാണ്. ഇതിനു മുമ്പ് നടന്ന യുദ്ധമാണ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആത്മീയ യുദ്ധം. അത് വിശുദ്ധ ഡൊമിനിക് നടത്തിയ യുദ്ധമാണ്. 1214 ആൽബജൻസിയൻ പാഷണ്ഡതയ്ക്കെതിരെ ശക്തമായി പോരാടിയ ഒരു മനുഷ്യനാണ് വിശുദ്ധ ഡൊമിനിക്. ആ ഒരു പാഷണ്ഡതയാണ്, ഒരു തെറ്റായ പഠനം സഭയിലേക്ക് കടന്നു വരുന്നു. വളരെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടവും പ്യൂരിറ്റിനെ പറ്റിയും ഒക്കെ എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു വിഭാഗം കത്തോലിക്ക സഭയിൽ തന്നെ ഉണ്ടായ ഒരു വിഭാഗം ആളുകളാണിത്. ഇവർക്ക് ഇതിനെതിരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ഡൊമിനിക് എന്ന് പറയുന്ന ഓർഡർ ഓഫ് പ്രീച്ചേഴ്സിൻ്റെ സ്ഥാപകനായ ആ മനുഷ്യൻ, ആ വൈദികൻ. അദ്ദേഹത്തിന് ഇതിനെതിരെ പോരാടാനുള്ള ശക്തി കിട്ടാതെ അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ടൊരു മലയിലേക്ക് പോവുകയാണ്. ഒരു കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലേക്ക് ചെന്ന് അദ്ദേഹം 3 ദിവസം 3 രാത്രി 3 പകല് ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ 3 ദിവസം കഠിനമായ പ്രാർത്ഥനയിൽ ആ മനുഷ്യൻ 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മുഴുവൻ ക്ഷയിച്ചു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഒരു കോമ സ്റ്റേജിലേക്ക് അദ്ദേഹം പോയി. അങ്ങനെ വീണ് കിടക്കുകയാണ് അദ്ദേഹം. വീണ് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ വരികയാണ്. ഇതൊരു ആത്മീയ യുദ്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധം തീർച്ചയായിട്ടും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും മറ്റു പല യുദ്ധങ്ങളുമായിട്ട് താരതമ്യം ചെയ്യപ്പെട്ട യുദ്ധമാണ്. ഇത് ആത്മീയ യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ പരിശുദ്ധ അമ്മ ഈ മകൻ്റെ അടുത്തേക്ക് ഡൊമിനിക് എന്ന് പറയുന്ന ആ മകൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ തട്ടി ഉണർത്തിയിട്ട് മോനോട് പറഞ്ഞു, മോനെ ഡൊമിനിക്, നീ എഴുന്നേൽക്ക്, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഈ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ, കഠിനമായ ഹൃദയമുള്ളവരുടെ മനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ നീ എൻ്റെ സങ്കീർത്തനങ്ങൾ ചൊല്ലുക. അങ്ങനെയാണ് പറയുന്നത്. കഠിനമായ ഹൃദയങ്ങളുള്ള ആളുകളുടെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ നീ എൻ്റെ സങ്കീർത്തനങ്ങൾ ചൊല്ലുക. എന്നിട്ട് മാതാവ് പഠിപ്പിച്ചു കൊടുത്തു നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഇന്ന് കാണുന്ന രൂപം പരിശുദ്ധ അമ്മ ഈ മകന് വിശുദ്ധ ഡൊമിനിക്കിന് പഠിപ്പിച്ചു കൊടുത്തു. ഡൊമിനിക് എഴുന്നേറ്റ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭയങ്കരമായൊരു ശക്തി, ആത്മീയ ശക്തി അദ്ദേഹത്തിലേക്ക് കടന്നു വരികയാണ്. ആ യുദ്ധത്തിൽ തോറ്റുകൊണ്ടിരുന്ന ആ മനുഷ്യൻ തോൽവി എന്ന് പറയുന്ന ആ അനുഭവത്തിലേക്ക് പോയ, നിസ്സഹായതയിലേക്ക് പോയ ആ മനുഷ്യൻ പിന്നീട് ജപമാല ചൊല്ലി ഉയർത്തെഴുന്നേൽക്കുന്നത് പുതിയൊരു ശക്തിയിലേക്കാണ്. നമ്മുടെ ആത്മീയമായ യുദ്ധമാകട്ടെ, നമ്മുടെ സാമൂഹികമായ യുദ്ധമാകട്ടെ, നമ്മുടെ പൊളിറ്റിക്കലായിട്ടുള്ള യുദ്ധമാകട്ടെ, ഏത് തരത്തിലുള്ള യുദ്ധമാകട്ടെ, നമ്മളെ സഹായിക്കാനായി ഈ അമ്മയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യം. വിശുദ്ധ ലൂയി മോൺഫോർട്ട് എന്ന് പറയുന്ന വിശുദ്ധൻ, സീക്രട്ട് ഓഫ് മേരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നിൻ്റെ ഒരു കാല് മോനെ കുഞ്ഞെ നരകത്തിലാണെങ്കിലും, നീ ശപിക്കപ്പെട്ട് ഒരു കുഴിയിൽ വീണ് കിടക്കുകയാണെങ്കിലും, നീ എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം തകർന്നു പോയി, പാപം മൂലം എല്ലാം നശിപ്പിക്കപ്പെട്ടു പോയ അവസ്ഥയിലാണെങ്കിലും, അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ, അനുതാപത്തിനും രക്ഷയ്ക്കും വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിച്ചാൽ നീ രക്ഷപ്പെടുമെന്ന് വിശുദ്ധ ലൂയി മോൺഫോർട്ടിന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തതായിരിക്കണം സീക്രട്ട് ഓഫ് മേരി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുകയാണ്. അപ്പം നമ്മൾ മാത്രമല്ല, വേറൊരു വ്യക്തിയും ഇതുപോലെ തന്നെ ഒരു നരകാവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു നരകാവസ്ഥയിൽ, ശപിക്കപ്പെട്ട അവസ്ഥയിൽ,
ഒരു പാപം മൂലം തകർന്നൊരു കുഴിയിൽ വീണ് കിടക്കുകയാണെന്ന് വിചാരിക്കുക. എന്തൊരു പ്രതീക്ഷ, നമുക്കൊരു പ്രതീക്ഷ വേണ്ട മുന്നോട്ട് നോക്കാനായിട്ട്. ഇതൊരു യുദ്ധം പോലെയാണ്. നമ്മൾ വെട്ടുകിട്ടൊക്കെ വീണ് കിടക്കുകയായിരിക്കും. ഒരുപക്ഷെ തിന്മയുമായിട്ടുള്ള യുദ്ധമാകും. വിശുദ്ധ ഡൊമിനിക്കിനെ പോലെ തിന്മയുമായിട്ടുള്ളൊരു യുദ്ധമാകും. അതിൽ വെട്ടുകിട്ടി നമ്മൾ വീണ് കിടക്കുക, ഒരു കോമ സ്റ്റേജിലേക്ക് പോയ അവസ്ഥയായിരിക്കും. കുടുംബം ചിലപ്പോൾ അങ്ങനെ പോയ അവസ്ഥയായിരിക്കും. എങ്ങനെയൊന്ന് തിരിച്ചു വരിക? ഇതാണ് ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ പ്രസക്തി. നിനക്ക് തിരിച്ചു വരാൻ പറ്റും. നീ ഏതവസ്ഥയിൽ വീണ് കിടക്കുന്നവനാണെങ്കിലും നിനക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും. കർദിനാൾ ന്യൂമാൻ ഇങ്ങനെ പറഞ്ഞത് ഓർക്കുകയാണ്, കത്തോലിക്ക സഭയിലേക്ക് ഞാൻ മടങ്ങി വരാം, കാരണം പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽ ഒരു അമ്മയില്ല. കത്തോലിക്ക സഭയിലേക്ക് ഞാൻ തിരിച്ചു വരാൻ കാരണം അവിടെ ഒരു അമ്മയുണ്ട് എന്ന് കർദിനാൾ ന്യൂമാൻ, വാഴ്ത്തപ്പെട്ട ന്യൂമാൻ പറഞ്ഞതായിട്ട് ഓർക്കുകയാണ്. എത്ര മനോഹരമാണ്. നമുക്ക് സഹായമുണ്ട്, ദൈവം അയച്ച ഒരു സഹായമുണ്ട്. നമുക്ക് യുദ്ധത്തിൽ നമ്മളെ സഹായിക്കാനായി യുദ്ധവീരയായ ഒരു സഹായമുണ്ട്. അതാണ് പരിശുദ്ധ കന്യകാമാതാവ് എന്ന് ഇന്നത്തെ ദിവസം നമ്മൾ അത് പ്രത്യേകമായി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഓർക്കണം. ഞാനിങ്ങനെ ഓർക്കുകയാണ്, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് എന്ന് പറയുന്ന പുണ്യവാളൻ, അദ്ദേഹം വലിയൊരു ഡിപ്രഷനിലേക്ക് പോയ അനുഭവം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വെറും 19 വയസ്സുള്ള സമയത്ത് അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുക, അദ്ദേഹം നരകത്തിന് വിധിക്കപ്പെട്ട ആളാണ്. ഞാൻ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ നരകത്തിലാണ് പോകാൻ പോണേ എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള വലിയൊരു തോന്നൽ. 6 ആഴ്ച അദ്ദേഹം സിവിയറായിട്ടുള്ള, നമുക്കറിയാം പല ഡിപ്രഷന് പല മോഡുകളുണ്ട്. മൈൽഡ് ഡിപ്രഷനുണ്ട്, അതുപോലെ തന്നെ വളരെ കട്ടിയായിട്ടുള്ള ഡിപ്രഷനുണ്ട്. മൈൽഡ് ഡിപ്രഷൻ ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും കാണുമായിരിക്കും. ചെറിയ ഡിപ്രഷനൊക്കെ ഉള്ളത് വലിയ പ്രശ്നമായിട്ടൊന്നും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഇദ്ദേഹത്തിന്, ഫ്രാൻസിസ് സാലസ് പുണ്യവാളന് ശക്തമായ ഡിപ്രഷനാണ്. അതായത് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ ഒരു ദേവാലയത്തിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിചാരിക്കും, എനിക്ക് ദൈവത്തെ കാണാൻ പറ്റില്ലല്ലോ, എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ലല്ലോ, ഞാൻ നരകത്തിന് വിധിക്കപ്പെട്ട. ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദുരാത്മാവിൻ്റെ പീഡ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. ഒരു നിരാശയാണിത്, ഭയങ്കരമായ നിരാശ. ഇതൊരു പീഡയാണ്. മനുഷ്യർക്ക് കർത്താവിനോട് സ്നേഹമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രലോഭനമാണിത്. പേടിക്കൊന്നും വേണ്ട. കർത്താവിനോട് സ്നേഹമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ ഡിപ്രഷൻ ഉണ്ടാവില്ല, വേറെ ടൈപ്പ് ഡിപ്രഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ കർത്താവിന് സ്നേഹമുള്ളവർക്ക് ചിലപ്പോൾ ഞാൻ കർത്താവിനെ കാണാൻ പറ്റില്ലേ, ഞാൻ മരിച്ച നരകത്തിൽ പോവോ എന്നുള്ള പേടിയൊക്കെ, ദൈവത്തിന് മുഖം കാണാൻ പറ്റില്ലേ, ഈശോ അകറ്റപ്പെടുവോ, അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടാക്കുക. ഒരു പീഡ കൂടിയാണിത്. അങ്ങനെ ഫ്രാൻസിസ് സാലസ് പുണ്യവാളന് ഇങ്ങനെ ഒരു പീഡ ഉണ്ടാവുക. അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ ചാപ്പലിലിരുന്ന് ഇങ്ങനെ ഇരിക്കുക. കുറേ സമയം അങ്ങനെ ഇരുന്ന് ഒരു പ്രതീക്ഷയില്ലാതെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിത്യ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ ഒരു മാതാവിൻ്റെ ഒരു ചിത്രമുള്ള ഒരു ചെറിയൊരു പ്രെയർ കാർഡ് കിടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പോകുന്ന വഴിക്ക് ആ ബെഞ്ചിൽ അദ്ദേഹത്തിൻ്റെ കൈയോ കാലോ തട്ടി ആ ചിത്രം അങ്ങ് നിലത്ത് വീഴാണ്. അദ്ദേഹം ആ ചിത്രം എടുത്തു കഴിഞ്ഞിട്ട് നോക്കി, അതിൻ്റെ പിന്നിൽ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന. നോക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ യുദ്ധം, മാനസിക യുദ്ധം, ഇമോഷണലായിട്ടുള്ള യുദ്ധം, അതിലൊക്കെ നമ്മളെ സഹായിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വരുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ച് ജപമാല കയ്യിലെടുത്താൽ അതൊരു വലിയൊരു ആയുധമായിട്ട് മാറും. ഇദ്ദേഹം ആ പ്രയർ കാർഡ് എടുത്തിട്ട് അതിൽ എത്രയും തേളം അതാവെന്നുള്ള പ്രാർത്ഥനയാണ്. അദ്ദേഹം ആ പള്ളിയിൽ മുട്ടുകുത്തി, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി ആ കാർഡ് നോക്കി, എത്രയും ദയുള്ള മാതാവേ എൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് എന്ന് പറഞ്ഞ് മാതാവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ നിമിഷം, ആ മൊമെൻറ്റിൽ അദ്ദേഹത്തെ അലട്ടിയിരുന്ന നിരാശ കംപ്ലീറ്റ്ലി അങ്ങ് മാറിപ്പോയി. നമുക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളനെ ദ ജെന്റിൽമാൻ സെയിൻ്റ് എന്നാണ് ലോകം വിളിക്കുന്നത്. ഒരിക്കൽ പോലും ദേഷ്യപ്പെടാത്ത ഒരു വിശുദ്ധനുണ്ടെങ്കിൽ അത് ഫ്രാൻസിസ് സാലസ് പുണ്യവാളനായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ യുദ്ധം നടന്നിരുന്നു. അദ്ദേഹത്തെ എപ്പോഴും സഹായിച്ചത് പരിശുദ്ധ അമ്മയായിരുന്നു എന്ന് അദ്ദേഹം പറയാം. അന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എടുത്ത ശക്തമായൊരു തീരുമാനം. അദ്ദേഹം പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. 1 മണിക്കൂർ സമയം എല്ലാ ദിവസവും അദ്ദേഹം ജപമാലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ അദ്ദേഹം മറക്കാതിരിക്കാൻ വേണ്ടി തിരക്ക് വന്ന് ഒരുപാട് ആത്മീയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. സഭയിലെ വേദപാരംഗതനാണ്. 35 വേദപാരംഗതരെ സഭയ്ക്കുള്ളൂ. അതിലൊരാളാണ് ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ജപമാല ഇങ്ങനെ ചുറ്റിയിടുമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയെ ഒരിക്കലും മറന്നു പോകാതിരിക്കും. വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് പരിശുദ്ധ അമ്മയെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി, ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ വേണ്ടി,
പരിശുദ്ധ അമ്മയോട് നന്ദി പറയാൻ വേണ്ടി. കാരണം അദ്ദേഹത്തെ ഡിപ്രഷനിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ഈ ആത്മീയമായ തകർച്ചയിൽ നിന്ന്, നിൻ്റെ ഒരു കാല് ശാപത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും പോലും ഈ ആത്മാർത്ഥമായി ജപമാല ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥം തേടുകയാണെങ്കിൽ, സീക്രട്ട് ഓഫ് മേരിയിൽ ലൂയി മോൺഫോർട്ട് പറഞ്ഞത് എത്ര സത്യമാണ്. നിന്നെ കോരിയെടുക്കാനായി പരിശുദ്ധ അമ്മയുടെ കരമുണ്ട്, ശക്തിയേറിയ ഒരു കരമുണ്ട്. അവൾ യുദ്ധവീരയാണ്. അങ്ങനെ ഫ്രാൻസിസ് സാലസ് പുണ്യാളൻ പിന്നീട് ഒരിക്കലും നിരാശയിലേക്ക് വീണിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ചെറിയൊരു നിരാശ വീണ്ടും അദ്ദേഹത്തിന് വന്നു എന്ന് അദ്ദേഹം പറയാം. അദ്ദേഹം എത്ര തുറവുള്ള മനുഷ്യനാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും തുറവി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിട്ടിയത് തന്നെ. അദ്ദേഹം എന്നിട്ട് പറയുക, എനിക്ക് വീണ്ടും ഈ നിരാശയുടെ ആ പ്രലോഭനം വീണ്ടും വന്നു, പക്ഷേ പരിശുദ്ധ അമ്മ അതെടുത്ത് മാറ്റി. ശനിയാഴ്ചകളിൽ അദ്ദേഹം ഉപവസിക്കുമായിരുന്നു, ഭക്ഷണം കഴിക്കില്ല. ശനിയാഴ്ചകളിൽ അദ്ദേഹം ഉപവാസം എടുത്ത് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക ഭക്തി അദ്ദേഹം കാണിക്കുമായിരുന്നു. വിശുദ്ധ അൽഫോൺസ് ടി ലിഗോരി എന്ന് പറയുന്ന പുണ്യവാളൻ, അദ്ദേഹം പരിശുദ്ധ അമ്മയെ ഇത്രമാത്രം സ്നേഹിച്ച വേദപാരംഗതരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വിശുദ്ധ അൽഫോൺസ് ടി ലിഗോരി എന്ന് പറയുന്ന പുണ്യവാളൻ. അദ്ദേഹം 18-ാമത്തെ വയസ്സിൽ നിയമത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. 24-ാമത്തെ വയസ്സിൽ വരെ ഒറ്റ തോൽവിയും അദ്ദേഹം നിയമലോകത്ത് കോടതിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. 24-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം തോൽക്കുന്നത്. അന്ന് അദ്ദേഹം തിരിച്ചുപോയി, നിയമലോകത്ത് നിന്ന് മാറി കർത്താവിൻ്റെ ലോകത്താണ്. ആ ലോകം മതിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയ ആളാണ് വിശുദ്ധ അൽഫോൺസ് ടി ലിഗോരി എന്ന് പറയുന്നത്. ഗ്ലോറീസ് ഓഫ് മേരി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയാ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ ശക്തമായി തേടണം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ ശക്തമായി ചോദിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറയാം നമ്മുടെ അടുത്ത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ഈ ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ ദിവസം ആത്മീയമായ, മാനസികമായ, ശാരീരികമായ യുദ്ധം ചെയ്യുന്ന എല്ലാവരും, ഇനി പൊളിറ്റിക്കൽ മേഖലയിൽ നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകൾ, സാമൂഹിക മേഖലയിൽ നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകൾ, രാജ്യത്തെ രക്ഷിക്കണം എന്ന് വിചാരിച്ച് യുദ്ധം ചെയ്യുന്ന ആളുകൾ, ആത്മാർത്ഥമായിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ വലിയൊരു തിരുനാൾ ദിവസം ഇന്ന് ജപമാല എടുത്തങ്ങ് തുടങ്ങുക പ്രാർത്ഥന. ജപമാല എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഏത് വാതിലും തുറക്കും. ഒരു വാതിലും തുറക്കാത്ത വാതിലില്ല ജപമാല എടുത്ത്. ഒരു യുദ്ധവും നിങ്ങൾ തോൽക്കില്ല. തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ചെറു തോൽവികളൊക്കെ ഉണ്ടാകും. ഞാൻ വളരെ എന്താ പറയുക, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായൊരു തോൽവി ഉണ്ടാവില്ല പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്. വിശുദ്ധ ഡൊമിനിക്കിനും വിശുദ്ധ അലനും പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്ത 15 വാഗ്ദാനങ്ങളുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്കുള്ള 15 വാഗ്ദാനങ്ങൾ. എല്ലാ വാഗ്ദാനവും നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ഏതാനും കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാര്യം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഉണ്ടാകും. യുദ്ധത്തിൽ പരിശുദ്ധ അമ്മ നീല കാപ്പേരുള്ളിൽ പൊതി. പിന്നെ എന്താ വേണ്ടത് നമുക്ക്? അവൻ്റെ ആത്മാവ് നശിക്കുകയില്ല. അതാണ് രണ്ടാമത്തെ ഒരു വാഗ്ദാനം. നിന്റെ ആത്മാവ് നശിച്ചു പോകാൻ സമ്മതിക്കില്ല. മൂന്നാമത്തെ കാര്യം, നീ ശുദ്ധീകരണ സ്ഥലത്തിൽ പോയാൽ പോലും പരിശുദ്ധ അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവ് ഉണ്ടായിരുന്നു ഈ ഭൂമിയിലെങ്കിൽ അമ്മ നിന്നെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് വന്ന് എടുത്തുകൊണ്ട് പോകും സ്വർഗത്തിലേക്ക്. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളൂ. ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നമ്മൾ പൊക്കിക്കൊണ്ടു പോകും. പേടിക്കേണ്ട വരില്ല ശുദ്ധീകരണ സ്ഥലത്തെ പോലും. നാലാമതായി, കർത്താവിൻ്റെ സഭയിലെ വിശുദ്ധമായ കൂദാശകൾ കിട്ടാതെ മരിക്കില്ല. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാൾ കൂദാശ കിട്ടാൻ, ഈ ഇടയ്ക്ക് ഒരു സഹോദരി മരിച്ചത് ഞാൻ ആലോചിക്കുക. എത്ര പ്രാവശ്യം അവർ ഈ രോഗിലേപനവും വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് ഒരുങ്ങി, കർത്താവിൻ്റെ മണവാട്ടിയാണ്, ഒരു സിസ്റ്ററാണ്. എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അവസാനവും പരിശുദ്ധ അമ്മയോട് ചേർന്ന് മരണഭയം കൂടാതെ നേരിടാനായിട്ട് സാധിച്ച ഒരു സഹോദരി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജപമാല രാജ്ഞി എന്നുള്ള പേരുണ്ടായത് ചുമ്മാ ഉണ്ടായതല്ല. അതൊരു യുദ്ധത്തിൻ്റെ പരിണിത ഫലമാണ്. യുദ്ധത്തിൽ വിജയിച്ച പിയൂസ് 5-ാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെ വിളിച്ചു തുടങ്ങിയതാണ്. ഒരു യുദ്ധത്തിൻ്റെ പരിണിത ഫലമായി, വിജയത്തിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ പേരാണ് പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി എന്ന പേര്. നമ്മൾ ജപമാലയുടെ ഇടയിൽ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് യുദ്ധമാണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞു പലതരത്തിലുള്ള യുദ്ധങ്ങളുണ്ടാകാം. മക്കളെ, നിങ്ങൾ പേടിക്കണ്ട. അമ്മയുടെ വാഗ്ദാനം ഇതാ,
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്കുള്ള അവസാന വാഗ്ദാനം ഇതാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവരും എൻ്റെ മക്കളാകും, എൻ്റെ മകൻ്റെ സഹോദരി സഹോദരന്മാരായി മാറും. ഞാനത് മേക്ക് ഷുവർ ചെയ്യും. പരിശുദ്ധ അമ്മ അത് ഉറപ്പിക്കും. നമ്മൾ ആത്യന്തികമായ യുദ്ധം നേടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആരാവണം? ഈശോയുടെ സഹോദരി സഹോദരന്മാരായാൽ മതി, പരിശുദ്ധ അമ്മയുടെ മകനായാൽ മതി, മകളായാൽ മതി. അത് സംഭവിക്കുകയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ എല്ലാവരും, നമ്മളെല്ലാവരും, പരിശുദ്ധ അമ്മയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായും എല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ മക്കളാകുന്ന ആ നല്ല ദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വഴിയായി ജപമാലയുടെ രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്നിന് വകയായി സംഭവിക്കട്ടെ. എൻ്റെ ശുപാർശ ഇതാണ്. 9 ദിവസം ഈ ഒക്ടോബർ മാസം ജപമാല രാജ്ഞിയുടെ ജപമാല മാസമാണല്ലോ. ഒരു 9 ദിവസം അടുപ്പിച്ച് 9 പ്രാവശ്യം ജപമാല ചൊല്ലി, ഓരോ ദിവസവും 9 ജപമാല ചൊല്ലി നിങ്ങൾ നേരിടുന്ന യുദ്ധം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. 9 ദിവസം കഴിയുമ്പോൾ നിങ്ങളതിൻ്റെ മാറ്റം കണ്ടിരിക്കും. പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ മാധ്യസ്ഥ നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.